ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. NF കണ്ണൂർ കിച്ചണിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള മയോണൈസ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വെറും 2 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ മയോണൈസ് തയ്യാറാക്കിയെടുക്കാം. ഇനി വലിയ വില കൊടുത്തിട്ട് കടയിൽ നിന്ന് വാങ്ങിക്കാതെ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ കൂട്ടുകാർക്കും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് വേണ്ടിയിട്ട് 2 എഗ്ഗാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് മിക്സിയുടെ കുഞ്ഞ് ജാറിലോട്ട് പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ എഗ്ഗ് യോക്കും വെയിറ്റൊന്നും ഞാൻ സെപ്പറേറ്റ് ചെയ്ത് മാറ്റുന്നില്ല, ഒരുമിച്ചിട്ട് തന്നെ ഇട്ട് കൊടുക്കുകയാണ്. ഇങ്ങനെ നമ്മൾ മയോണൈസ് തയ്യാറാക്കുമ്പോൾ ഈ മയോണൈസിന് ചെറിയൊരു കളർ ചേഞ്ച് ഉണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ, മറ്റൊരു വ്യത്യാസം ഉണ്ടാവില്ല. ഇനി ഇതിലോട്ടൊരു 3 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്, ചെറിയ അല്ലിയാണ്. ഇതിലോട്ട് 1.5 ടേബിൾ സ്പൂൺ വരെ ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ലെമൺ ജ്യൂസിന് പകരമായിട്ട് നിങ്ങൾക്ക് വിനാഗിരി വേണമെങ്കിലും യൂസ് ചെയ്യാം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടി ആഡ് ചെയ്തിട്ട് മിക്സിയുടെ ജാർ അടച്ചു വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. മിക്സിയിൽ അടിച്ചെടുക്കുമ്പോൾ നമ്മൾ പൾസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് വേണം അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. 2-3 തവണ ഇതുപോലെ പൾസ് ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും ഓപ്പൺ ആക്കിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ കൂടി ഓയിൽ ഒഴിച്ചു കൊടുക്കുക. വീണ്ടും ഇതുപോലെ പൾസ് ചെയ്യുക. ഇതുപോലെ ഒരു 3 തവണ ഞാൻ 2 ടേബിൾ സ്പൂൺ വെച്ചിട്ട് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇത്രയും തിക്നെസ്സിലുള്ള മയോണൈസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും തിക്നെസ് മാത്രമാണ് എനിക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഇതിലും തിക്നെസ് വേണമെന്നുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ കൂടി സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് എത്രയും തിക്നെസ് വേണോ അതിനനുസരിച്ചിട്ട് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്തിട്ട് അടിച്ചെടുത്താൽ മതി. ഇനി ഈ അടിച്ചെടുത്ത മയോണൈസ് ഞാനൊരു ബൗളിലോട്ട് മാറ്റിയിട്ട് ഒന്ന് ഫ്രിഡ്ജിലോട്ട് മാറ്റാണ്. ഒരു 2 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം കുറച്ചുകൂടി ഇത് തിക്കായി കിട്ടും. കണ്ടോ, ഇപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നന്നായിട്ട് ഇത് തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇനി കടയിൽ നിന്ന് വാങ്ങിക്കാതെ വീട്ടിൽ തന്നെ മയോണൈസ് തയ്യാറാക്കി നോക്കുക. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം അറിയിക്കുക. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് ഞാൻ ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനായിട്ട് ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്തേക്കുക. പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും കാണാം നല്ല നല്ല വീഡിയോകളുമായിട്ട്. അതുവരെ എല്ലാവരും സേഫായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. താങ്ക് യു.